ഹൗഡി മോദി, നമസ്തേ ട്രംപ്. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഈ വാചകങ്ങൾ. ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റായിരുന്ന ആദ്യ ടൈമിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കാത്തു പരിപാലിച്ചിരുന്ന ചങ്ങാത്തത്തിന്റെ ശക്തിയും പെരുമയും വിളിച്ചോതിയ ലോകരാജ്യങ്ങളാകെ ശ്രദ്ധയോടെ കണ്ട രണ്ട് മഹാസ്വീകരണ യോഗങ്ങൾ. ഹൗഡി മോദി. 2019 യുഎസിലെ ഹൂസ്റ്റണിൽ മോദിയെ വരവേറ്റപ്പോൾ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. തൊട്ടടുത്ത വർഷം തന്റെ ജന്മനാടായ ഗുജറാത്തിൽ ട്രംപിന് സ്വീകരണവുമായി മോദി ഒരുക്കിയ നമസ്തേ ട്രംപ്, ലോങ് ലിവ് ഇന്ത്യ, യുഎസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് മോദി മുദ്രാവാക്യം മുഴക്കിയപ്പോൾ മോദി എന്റെ സുഹൃത്ത് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതേ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ അമേരിക്ക സന്ദർശിക്കുന്ന മോദിയുടെ ഭാഗത്തു നിന്നും പുതിയ സൂത്രവാക്യം പിറന്നിരിക്കുകയാണ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മാഗ പ്ലസ് മാഗ ഈക്വൽ ടു മെഗാ എന്ന സൂത്രവാക്യവുമായി മോദി രംഗത്തെത്തിയത്. ട്രംപിന്റെയും മോദിയുടെയും പ്രചാരണ മുദ്രാവാക്യങ്ങൾ ചേർത്താണ് ഉഭയകക്ഷി ബന്ധത്തിന് പുതുമ ചാർത്തിയത്. ട്രംപിന്റെ മാഗ, അതായത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന മുദ്രാവാക്യത്തെക്കുറിച്ച് അമേരിക്കയിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഇന്ത്യയിലെ ജനങ്ങളും പൈതൃകത്തിലും വികസനത്തിലും ശ്രദ്ധിക്കുന്നു. അമേരിക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് മിക, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, ഇന്ത്യയെ വീണ്ടും മഹത്തരമാക്കുക എന്നാണ്. യുഎസും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ മാഗയും മികയും സമൃദ്ധിക്കായുള്ള മെഗാ പങ്കാളിത്തമായി മാറുമെന്നാണ് മോദി പറഞ്ഞത്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയും യുഎസും തമ്മിൽ $500 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നതായി മോദിയും ട്രംപും പ്രഖ്യാപിച്ചു. വികസനം, ഉൽപ്പാദനം, സാങ്കേതികവിദ്യ കൈമാറ്റം എന്നീ മേഖലകളിൽ സംയുക്തമായി രണ്ട് രാജ്യങ്ങളും മുന്നോട്ടു പോകുന്നുണ്ടെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ യുഎസുമായി എണ്ണവാതക വ്യാപാരം ശക്തമാക്കും. ആണവോർജ്ജ മേഖലയിലും സഹകരണം വിപുലമാക്കാനാണ് തീരുമാനം. മാത്രമല്ല, രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയ നാടുകടത്തൽ സംഭവവും മോദി എടുത്തിടുകയും ചെയ്തു. നിയമവിരുദ്ധമായി ഒരു രാജ്യത്ത് പ്രവേശിക്കുന്ന ആർക്കും അവിടെ താമസിക്കാൻ അവകാശമില്ല. ഇത് ലോകമാകെ ബാധകമാണ്. മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്നും മോദി പറയുകയുണ്ടായി. 104 ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ കൈകാലുകൾ ബന്ധിച്ച് ഇന്ത്യയിലേക്ക് യുഎസ് നാടുകടത്തിയത് വിവാദമായി ഒരാഴ്ച കഴിഞ്ഞാണ് മോദിയുടെ പ്രസ്താവന. ഇന്ത്യയിലെ ചെറുപ്പക്കാരും പാവങ്ങളും ദരിദ്രരുമായ ജനങ്ങൾ കുടിയേറ്റത്തിൽ വഞ്ചിതരാണ്. വലിയ സ്വപ്നങ്ങളും വാഗ്ദാനങ്ങളും കണ്ടും കേട്ടും ആകർഷിക്കപ്പെടുന്ന വളരെ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളാണിവർ. എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് അറിയാതെയാണ് പലരും എത്തുന്നത്. മനുഷ്യക്കടത്തിലൂടെയാണ് പലരെയും കൊണ്ടുവരുന്നത്. മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ ഇന്ത്യയും യുഎസും സംയുക്തമായി ശ്രമിക്കണം. ഞങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടം ആ മുഴുവൻ വ്യവസ്ഥയ്ക്കെതിരെയാണ്. ഇതിന് ട്രംപ് പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും മോദി പറഞ്ഞു. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ കുറ്റവാളി തഹാവൂർ റാണയെ കൈമാറുമെന്ന് ട്രംപ് പറഞ്ഞതിനോടും മോദി പ്രതികരിക്കുകയുണ്ടായി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും യുഎസും ഒരുമിച്ചാണ്. 2008 മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ കുറ്റവാളിയെ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനിച്ചതിൽ ട്രംപിനോട് നന്ദി പറയുന്നു. ഇന്ത്യയിലെ കോടതികൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മോദി പറഞ്ഞു. പിന്നാലെ ഇന്ത്യക്ക് എണ്ണയും പ്രകൃതിവാതകവും നൽകുന്ന മുൻനിര വിതരണക്കാരായി യുഎസിനെ മാറ്റുന്ന സുപ്രധാന ഊർജ്ജ കരാറിന് ധാരണയായെന്ന് ട്രംപും വ്യക്തമാക്കുകയുണ്ടായി.